ആദ്യത്തേത് നോർമൽ ഡെലിവറി ആയിട്ട് സെക്കൻഡ് ഡെലിവറി സി സെക്ഷൻ ആയി. അതും മണിക്കൂറുകളോളമുള്ള മരണവേദന അനുഭവിച്ചിട്ട്. യെസ്, ദിസ് ഈസ് മൈ ഡെലിവറി സ്റ്റോറി പാർട്ട് 2. രാവിലെ തൊട്ട് പെയിൻ നല്ലോണം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് ബേബി നല്ല ഹൈ ആണ്, തീരെ ഇറങ്ങിയിട്ടില്ല എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായേ. ഇതിനിടയ്ക്ക് എനിക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സെർവിക്സ് ഓൾറെഡി 2 സെന്റിമീറ്ററിന് മേലെ ഡയലേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ട്യൂബ് ഇറങ്ങി പോരായിരുന്നേ. പിന്നെ കുറച്ചു നേരം ജിംബോളൊക്കെ ചെയ്തു, പക്ഷെ എന്നിട്ടും ബേബിയുടെ പൊസിഷൻ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പെയിൻ ആണെങ്കിൽ എക്സ്ട്രീം ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഞാൻ എപ്പിഡ്യൂറലും എടുത്തു. സോ കുറച്ചു നേരം ഒരു റിലീഫ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഡോക്ടർ വന്നിട്ട് വാട്ടറൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞോടുകൂടി എനിക്ക് പെയിൻ പിന്നെയും കൂടി വരായിരുന്നേ. ഫൈനലി ഡോക്ടർ എന്തായാലും ബൂസ്റ്റർ ഡോസ് തരാമെന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് PV ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കുഞ്ഞിന്റെ പൊസിഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഡോക്ടറിന് തോന്നിയത്. സോ ഫൈനലി ഒന്നുകൂടെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു ബേബിയുടെ ഹെഡ് ഇരിക്കേണ്ട അടുത്ത് ഇയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പൊസിഷനിൽ ബേബി നിൽക്കുകയാണെങ്കിൽ എന്തായാലും നോർമൽ ഡെലിവറി പോസിബിൾ അല്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞേ. കുറച്ചു നേരത്തേക്ക് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കാരണം ആ ഒരു ടൈമിൽ ഞാൻ ലേബർ പെയിൻ്റെ എക്സ്ട്രീം ആയിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. സോ ഇനിയിപ്പോൾ സി സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ആകെ മൊത്തം മനസ്സ് തകർന്നിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നേ. ഫൈനലി സി സെക്ഷൻ എഗ്രി ചെയ്തിട്ടും ഓൾമോസ്റ്റ് ഒരു 1.5 hour മേലെ കൂടി വേദന സഹിക്കേണ്ടി വന്നു. കാരണം അവിടെ തിയേറ്റർ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലും കയറി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാവേ.